രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. പക്ഷേ ഇത്തവണ തലസ്ഥാനത്ത് എത്തുമ്പോൾ പ്രത്യേകതകൾ ഏറെയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ ഒരു കോർപ്പറേഷനിൽ അധികാരത്തിൽ ഏറിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് അധികാരത്തിലേറിയാൽ 45 ദിവസത്തിനകം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് എത്തിക്കും എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലടക്കം ബിജെപിയുടെ വാഗ്ദാനം എന്നത്. അത് പാലിക്കപ്പെടുകയാണ്. മേയറായി വി രാജേഷ് ചുമതലയേറ്റതിന്റെ 27ാം ദിവസം ആണ് ഇന്ന്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തും. ഒരുക്കങ്ങൾ എല്ലാം പൂർണ്ണ സജ്ജമാണ്. അതോടൊപ്പം കേരളം വലിയ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാതോർക്കുകയാണ്. കാരണം ഇനി ഇതാ 3 മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ആ തെരഞ്ഞെടുപ്പിനുള്ള കട്ടൻ റൈസർ കൂടിയായി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം മാറുമെന്ന് പൊതുവെ വിലയിരുത്തുന്ന പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരത്തിന് വേണ്ടി വമ്പൻ പ്രഖ്യാപനങ്ങൾ മോദിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമോ? അതിനൊക്കെ അപ്പുറം കേരളത്തെ ഒന്നാകെ ബാധിക്കുന്ന കേരളത്തിന്റെ വികസന കുതിപ്പിന് നാഴികക്കല്ലായി മാറാൻ സാധ്യതയുള്ള അതിവേഗ റെയിൽ പോലെയുള്ള പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നടത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുകയും ചെയ്യും. ഡാൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, വലിയ സ്വീകരണം ആണ് ഒരുക്കാൻ ബിജെപി പ്രവർത്തകർ തയ്യാറായിട്ടുള്ളത്. പ്രത്യേകിച്ച് ചരിത്രത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷനിൽ അധികാരത്തിൽ വരുന്നു, അതും തിരുവനന്തപുരത്ത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷനിൽ അധികാരത്തിലേറിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ എത്തിക്കുമെന്ന വാക്ക് ഏതാണ്ട് 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പാലിക്കുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയമായ ലക്ഷ്യം ഈ മോദിയുടെ വരവിനുണ്ട് എന്ന് കൃത്യമായി പറയേണ്ടതുണ്ടല്ലോ. കാരണം ഇനി ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തുടക്കം എന്ന നിലയിലേക്ക് കൂടി മോദിയുടെ വരവ് മാറില്ലേ? എത്തിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അതാണ് ഞാൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനമന്ത്രിയുടെ വരും ദിവസങ്ങളിൽ അവിടെ നിന്നുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വന്ന് ആ വികസന രേഖയിൽ എങ്ങനെയൊക്കെ നടപ്പാക്കാമെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ചിത്രം ഉണ്ടാവും. അതിന്റെ ദിനങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംസ്ഥാനവാസികളോടും ബിജെപിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. കാരണം വലിയൊരു വിജയം സമ്മാനിച്ച ജനങ്ങളാണ്. തീർച്ചയായിട്ടും. കാരണം ഞങ്ങളിത് കാണുന്നത് 1987 അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി ബിജെപി പിടിച്ചെടുത്തതിന് സമാനമായിട്ടാണ്. കാരണം അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തതിന് ശേഷം ഗുജറാത്തിൽ ബിജെപിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തോടുകൂടി കേരളത്തിലെ അധികാര സ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തുന്നതിന് വേണ്ടിയുള്ള ജൈത്രയാത്രയാണ് ആരംഭം കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ഗൌരവത്തിലാണ് ഈ കാര്യങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കും തിരുവനന്തപുരത്തെ ജനതയ്ക്കും നൽകിയിട്ടുള്ള മുഴുവൻ വാഗ്ദാനവും അക്ഷരം പ്രതി നടപ്പാക്കുന്ന പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറും. ഇതാ ബിജെപിയുടെ സംസ്ഥാന നേതാക്കളുടെ പ്രതികരണങ്ങളടക്കം പുറത്തു വരുമ്പോൾ വലിയ ആവശ്യത്തോടു കൂടി തന്നെയാണ് അവർ നരേന്ദ്രമോദിയെ വരവേൽക്കുന്നത്. ഇപ്പോൾ തന്നെ വലിയ ജനസഞ്ചയം നരേന്ദ്രമോദിയെ വരവേൽക്കാനായി കാത്തുനിൽക്കുന്നു എന്നുള്ളതാണ്. 10 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ എത്തുക. അതിനുശേഷം പിന്നീട് പുത്തരിക്കണ്ടം മൈതാനത്താണ് ഇന്നത്തെ ചടങ്ങുകൾ എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ റോഡ് ഷോയായാണ് നരേന്ദ്രമോദി പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തുക. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തും. ഡാനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, വലിയ ആവേശത്തോടു കൂടിയാണ് ബിജെപി പ്രവർത്തകർ നരേന്ദ്രമോദിയെ ഇത്തവണ വരവേൽക്കുന്നത്. ഇതിനു മുമ്പ് പലപ്പോഴും നരേന്ദ്രമോദി കേരളത്തിലെത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചിത്രം മറ്റൊന്നാണ്. കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ ഒന്നിൽ അധികാരത്തിലേറാൻ ബിജെപിക്ക് സാധിച്ചിരിക്കുന്നു. അതിന്റെ ഒരു ആവേശം കൂടി പ്രകടമാണോ? തീർച്ചയായിട്ടും. അതായത് 10:15 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം എയർപോർട്ടിന്റെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ എത്തും. അവിടെ നിന്ന് ഔദ്യോഗികമായ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമായിരിക്കും അദ്ദേഹം റോഡ് ഷോയായി പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് യാത്ര തിരിക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ തരത്തിൽ പോലീസിന്റെയും SPGയുടെയും ഒക്കെ നിരീക്ഷണത്തിലാണ് ഈ പരിസരങ്ങൾ. അവിടെയാണ് ഏതാണ്ട് 2 കിലോമീറ്റർ ചുറ്റളവിൽ വലിയ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ടെക്നിക്കൽ ഏരിയയുടെ സമീപത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. ഒരു തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അനുവാദമില്ല. ആളുകൾക്ക് അതായത് പ്രധാനമന്ത്രിയെ കാണാനായി എത്തുന്ന ആളുകൾക്ക്
അദ്ദേഹത്തെ സുഗമമായി അദ്ദേഹത്തെ കാണുന്നതിന് ഈ റോഡ് ഷോ കാണുന്നതിനൊക്കെയായി ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട് റോഡിന് ഇരുവശത്തും. ആ വശങ്ങളിൽ നിന്ന് മാത്രമേ ആളുകൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. മാധ്യമങ്ങൾക്കടക്കം വലിയ നിയന്ത്രണമാണ്, പതിവിൽ നിന്ന് വ്യത്യസ്തമായി വലിയ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടെക്നിക്കൽ ഏരിയയുടെ സമീപത്ത് നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്താൻ ആരെയും അനുവദിക്കില്ല എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യേക സ്ഥലം സജ്ജമാക്കി മാധ്യമങ്ങൾക്ക് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മറ്റുമായി ഒരു പ്രത്യേക സ്ഥലം അവർ ഒരുക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് 10:15 പ്രധാനമന്ത്രിയുടെ വിമാനം, പ്രത്യേക വിമാനം എയർപോർട്ടിന്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്താൻ പോകുന്നത്. അവിടെ നിന്ന് ഏതാണ്ട് 45 മിനിറ്റ് കൊണ്ട്, അതായത് 30 മിനിറ്റോ 45 മിനിറ്റോ ഇത്രയധികം നീളുന്ന ഒരു ചാർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ 11 മണിയോടെ അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. അതുമായി ബന്ധപ്പെട്ട മറ്റ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. നമുക്കറിയാം ഈ വാഹനവ്യൂഹം കടന്നുപോകുന്ന വഴികളിലെല്ലാം കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. വാഹനങ്ങളുടെ പാർക്കിംഗ് അടക്കം പൂർണ്ണമായി രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സമയത്ത് ഈ വഴിയിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനടക്കം കർശനമായ നിയന്ത്രണമാണ് നിലനിൽക്കുന്നത്. അതായത് വാഹനവ്യൂഹം കടന്നു പോകുന്നത് ശംഖുമുഖം വഴി, അതായത് ശംഖുമുഖത്തു നിന്ന് ഈ ടെക്നിക്കൽ ഏരിയയുടെ സമീപത്ത് നിന്ന് ചാക്കയിലെത്തുന്നു. ചാക്ക വഴി ജനറൽ ആശുപത്രി, പേട്ട വഴി നഗരഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക്. ഈ ഭാഗങ്ങളിലൊന്നും 2 മണി വരെയുള്ള സമയത്ത് പാർക്കിംഗ് അനുവദിക്കുകയില്ല. വാഹനങ്ങൾ മറ്റു വഴികളിലായി വേണം പോകാൻ. അതോടൊപ്പം പ്രധാനമന്ത്രി കടന്നു പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് ഗതാഗതം പൂർണ്ണമായി നിരോധിക്കും. അവിടെ അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം പുത്തരിക്കണ്ടത്ത് എത്തിയതിനു ശേഷം മാത്രമേ നിയന്ത്രണത്തോടു കൂടിയെങ്കിലും സുഗമമായി മറ്റ് വഴികളിലൂടെയെങ്കിലും വാഹന ഗതാഗതം അനുവദിക്കുകയുള്ളൂ. എന്തായാലും അത്തരത്തിൽ ആ ക്രമീകരണങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. എന്തായാലും പ്രധാനമന്ത്രിയുടെ കടന്നുവരവ് അത് ഏത് തരത്തിലുള്ള സ്വപ്ന പദ്ധതികളുടെ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് എന്ന കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളുമായി എല്ലാ പാർട്ടികളും വലിയ തരത്തിലുള്ള സജ്ജീകരണങ്ങളുമായി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് തയ്യാറെടുക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരം നഗരസഭയുടെ അധികാരം പിടിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തലസ്ഥാനത്തെത്തിക്കുമെന്ന വാഗ്ദാനം പാലിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അദ്ദേഹം തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ടി എന്ത് സ്വപ്ന പദ്ധതി പ്രഖ്യാപിക്കും, അതോടൊപ്പം ആ പദ്ധതികൾ തിരുവനന്തപുരത്തിലെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏത് തരത്തിലാകും സ്വാധീനമുണ്ടാക്കാൻ പോകുന്നത്. BJP അവകാശപ്പെടുന്ന പോലെ, നേതൃത്വം അവകാശപ്പെടുന്ന പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിയുന്നതിനുള്ള ഒരു വഴിയായി പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനവും പ്രഖ്യാപനങ്ങളും മാറുമോ? ഇതടക്കം ഒരുപാട് ചോദ്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ചൂടുപിടിപ്പിക്കാനായി ഉയരുന്നുണ്ട്. അതിന് നടുവിലേക്കാണ് പ്രധാനമന്ത്രി എത്താൻ പോകുന്നത്. അതോടൊപ്പം സ്വപ്ന റെയിൽ പദ്ധതി അതടക്കം ഏത് തരത്തിൽ കേരളത്തിലെ മറ്റ് ജില്ലകളെ സ്വാധീനിക്കും, ഇതൊക്കെ വലിയ തരത്തിൽ ചർച്ചകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വികസനം മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി മുമ്പോട്ട് വെക്കുന്ന പ്രഖ്യാപനങ്ങൾ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനം അത് ഏത് തരത്തിലായിരിക്കും, അത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു വശത്ത്, സർക്കാരിനെതിരെ അലയടിക്കുന്ന പ്രതിഷേധം മറുവശത്ത്. അതിനിടയിൽ BJP വികസന ഭാരതം എന്ന ഒരു ലക്ഷ്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന വികസന രൂപരേഖയടക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇതിനോടകം തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നടത്താൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തിനായി അദ്ദേഹം ഒരു പ്രത്യേക വികസന രൂപരേഖ പ്രഖ്യാപിക്കും എന്നാണ്. തീർച്ചയായും ഇപ്പോൾ ഇതാ വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ പ്രതികരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.